ചേട്ടാ ഒന്ന് വഴി തന്നെ, ഞാൻ ഒന്ന് ഇറങ്ങിക്കോട്ടെ. ഒന്ന് മറിഞ്ഞേക്കൂ. നല്ല അനുസരണയുണ്ട്. നല്ല സ്ഥലം, നല്ല ആളുകൾ. കാശുണ്ടായിരുന്നെങ്കിൽ 10 സെന്റ് വസ്തു വാങ്ങാമായിരുന്നു. തൽക്കാലം ഒരു മോരും വെള്ളം വാങ്ങി കുടിക്കാം. അയ്യോ എന്റെ നെഞ്ചും കൂടെ. ഇതെന്തോന്ന് സഹ്യപർവ്വതോ? ഹലോ സുഹൃത്തല്ലേ? അതെ, എന്തിനാ ഈ പാവത്തിന് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? അയ്യോ എല്ലാരും കൊള്ളാം, ഒന്നിനൊന്ന് വെച്ച്. ചേട്ടാ വെറുതെ വിടിയോ? പാവമല്ലേ, എന്തിനാ സുഹൃത്തിനെ ഉപദ്രവിക്കുന്നത്? ഞാൻ പറയുന്ന കേൾക്കൂ. കറക്റ്റ് നെഞ്ചിന്റെ പ്ലേഹ, നെഞ്ചും കൂടും. ഓക്കെ. അയ്യോ 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 ഒരു സോഡ. നമ്മൾ ഈ നാട്ടുകാരനല്ലേ? അല്ല. അതെ, ഈ നാട്ടിൽ ആദ്യമായിട്ട് വരുന്നവരെയൊക്കെ ഇങ്ങനെ തന്നെയാണോ സ്വീകരിക്കാറ്? അങ്ങനെയൊന്നുമില്ല. തന്റെ നല്ല സമയം അതുകൊണ്ടല്ലേ പോത്തിന്റെ തന്നെ ചെന്ന് വിട്ടത്. ഇവിടെ പോലീസുകാർ ആരും ഇല്ലേ? പിന്നെ ആരെങ്കിലും ഒന്ന് ചത്തു മലച്ച എത്തിയോക്കിട്ടു. ബെസ്റ്റ് പ്ലേസ്. ചേട്ടാ 2 ബോംബ്. നാടനോ അതോ മറ്റോനോ? മറ്റോ മതി. സ്കൂളിലെന്താ ഇന്ന് പ്രത്യേകിച്ച്? ഒന്നുമില്ല, ക്ലാസ് ടീച്ചറിനെ ക്ലാസ്സിൽ കിട്ടില്ലെന്ന് പറഞ്ഞു. രണ്ടിനൊന്നും അറിയണമല്ലോ അല്ലേ? പിന്നെ എന്ത് പ്രകൃതി രമണീയമായ സ്ഥലം. ബോംബിന് ബോംബ്, അടിക്കടി. ഇവിടുത്തെ നാട്ടുകാരെല്ലാം കളരി പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരടി പോലും മിസ്സായില്ല. കംപ്ലീറ്റ് മർമ്മത്തിനിട്ട് തന്നെ കൊണ്ടു. അതിൽ പോത്തെന്ന് പറയുന്നവൻ ആള് കണക്ക് മാഷാന്ന് തോന്നുന്നു. എങ്ങനെ മനസ്സിലായി? കണ്ടില്ലേ, കണക്കിന്റെ എംബ്ലം പോലെ ഇടിച്ചു വച്ചിരിക്കുന്നത്. ഭാഗ്യത്തിന് അവന്റെ ഇടി മനസ്സിൽ നിന്ന് ചെവിന്ന് മായുന്നേയില്ല. ദൈവസഹായം കൊണ്ട് എന്റെ പാർക്ക് ലൈറ്റിന് മാത്രം ഒരു കുഴപ്പം ഉണ്ടായില്ല. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ഇവിടെ എങ്ങനെ പിടിച്ചേക്കണേന്ന്? നീ പറഞ്ഞ പോത്തിന് ഈ സ്റ്റേഷനിൽ 30 കേസുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു കേസിന് പിടിച്ച അപ്പ മോളിന്ന് വിളി. ആരുടെ? ഈശ്വരന്റെ? അല്ല, എന്റെ അച്ഛന്റെ. എടാ പാർട്ടി സെക്രട്ടറിയോ അല്ലെ പ്രസിഡന്റോ? അതൊക്കെ പോട്ടെ, നമുക്ക് നാളെ രാവിലെ തന്നെ പുറപ്പെടണം. എവിടേക്ക്? എവിടേക്കെന്നാ? എടാ അപ്പൊ ഞാൻ ഇത്രയും നേരം കുണുകുണുകുണുകുണാന്ന് പറഞ്ഞ ഒന്നും നിനക്ക് മനസ്സിലായില്ലേ? എടാ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയില്ലെങ്കിലേ അവൻ ആ പെണ്ണിനെ കൊണ്ട് പോവും. എന്തോ കൈവശം കൊടുത്ത ആ പെണ്ണിനെ അവൻ മയക്കെടുത്തിരിക്കുക. ഇപ്പൊ നീ കൊടുത്ത മാല പോലെ അവൾക്ക് ഓർമ്മയില്ല. അത് മാത്രമല്ല, ഞാൻ അവളോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചതിന് ആ പന്നി എന്റെ മുതുക കയറിയിരുന്ന അടുപ്പം കൂട്ടി പൊങ്കാലട്ടാ. അമ്മനല്ല നിനക്കാണോ? നീ വിചാരിച്ച പോലല്ല ഇവിടുത്തെ കാര്യങ്ങള്. പെട്ടെന്നൊരു ലോങ് ലീവ് കിട്ടുന്ന എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. അപ്പൊ അവളെ നിനക്ക് കിട്ടുമെന്ന് എനിക്കും പ്രതീക്ഷയില്ല. തിന്നില്ലെങ്കിലും തീറ്റിപ്പിക്കില്ലേ? എനിക്ക് കിട്ടില്ലെങ്കിലും അവന് വിട്ടുകൊടുക്കില്ല. നീ വിട്ടുകൊടുക്കണ്ട, അവൻ എടുത്തോളും. എന്താ എടാ സമയം തായി. അപ്പൊ നേരം വെളുക്കാറായി. എടാ പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കുന്ന അവൻ എന്നെ നിന്നെ കൊന്ന് അവളെ കൊണ്ട് പോയടാ. നമുക്ക് ഉടനെ നാട്ടിൽ പോകാം. നീ നടക്കണ വല്ല കാര്യം പറ. ലീവ് കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ലീവ് കുന്തം. നീ തോൽക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറെയായി. നിന്റെ അച്ഛന്റെ ചിത അവൻ കത്തിച്ച് ആദ്യം അവൻ നിന്നെ തോൽപ്പിച്ചു. നമ്മുടെ നാട്ടിലെ സ്റ്റേഷനില് SIയുടെ കസേര അടിച്ചു മാറ്റി നിന്നെ കൂത്താട്ടുപറമ്പിലേക്ക് തട്ടി ആ കൂതറ വീണ്ടും നിന്നെ തോൽപ്പിച്ചു. പിന്നെ നീ ആശിച്ച പെണ്ണിനെ അവൻ കെട്ടി അവൻ വീണ്ടും വീണ്ടും നിന്നെ തോൽപ്പിച്ചു. നിന്റെ കൂടെ നടന്നിട്ട് ഒരാവശ്യമില്ലാതെ 8ാം ക്ലാസ്സിൽ ഞാൻ എന്നെ തോൽപ്പിച്ചു. ഇനി എന്നെ തോൽപ്പിക്കാനാവില്ല മക്കളെ. മമ്മൂട്ടി പറഞ്ഞ പോലെ തോൽവികൾ ഏറ്റുവാങ്ങാൻ മാധവൻകുട്ടിയുടെ ജീവിതം പിന്നെയും ബാക്കി. എടാ നീ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാതെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നോ? എടാ രാവിലെ ആയില്ലേ, പോയി പല്ലി വെച്ചിട്ട് സസ്പെൻഷൻ കിട്ടാനുള്ള വല്ല വഴിയുണ്ടോന്ന് ആലോചിക്ക്. ഞാനിവിടെ കിടന്ന് ആലോചിക്കാം. ആ മാംസപ്പെട്ടത്തേക്ക് കൊണ്ടുവന്നേ സാർ.
500 റുപ്യുണ്ട്. പുറത്തു പോയി 2 പരിപ്പടും ചായയും വാങ്ങിച്ചിട്ട് പോയി. ആ അതന്നെ പോയിക്കോളൂ. എന്റെ പൊന്നു സാറ് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പിടിച്ച് പെട്ടിയോട്ടയിൽ കൊണ്ടുവന്ന പ്രതിയാ. നാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതാ. അവൻ മുങ്ങിയ നമ്മുടെ തൊപ്പി തെറിക്കും. സാറിന്റെ പണി പോയത് തന്നെ. വാ. സസ്പെൻഷൻ. മാധവൻകുട്ടി അവിടെ അയ്യോ, എക്സ്ക്യൂസ് മീ സർ, ഹിമാലയ പർവ്വതം ഇങ്ങോട്ട് മാറ്റിയോ? അറിയില്ലല്ലേ, ഞാൻ ചോദിച്ചിട്ട് വരാം. എന്തായി? നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ? സസ്പെൻഷൻ ഉറപ്പായി. 4 കൊലക്കേസിലെ പ്രതിനെ ഞാൻ പരിപ്പട വാങ്ങിക്കാൻ പറഞ്ഞയച്ചേക്കണേ. ഞാൻ കണ്ടുപോകുന്നത് നിന്റെ ബുദ്ധിമാരും തന്നെ മാധവൻകുട്ടി. അവൻ എപ്പോ മുങ്ങിയെന്ന് ചോദിച്ചോ മതി. അതാടാ മാമ്പള്ളി മാധവൻകുട്ടി. സമ്മതിച്ച്. സാർ പരിപ്പൂട കിട്ടിയില്ല സാർ, പഴംപൊരി കിട്ടിയിട്ടുണ്ട്. ചാവാം. സാർ ഇവിടെ വെക്കട്ടെ. സാർ ബാക്കി കാശ്. സാർ ഞാൻ അകത്തോട്ട്. അയ്യോടി, പരമ കഷ്ടം. ഇവൻ കൊലക്കേസ് പ്രതിയൊന്നും അല്ല മാധവൻകുട്ടി, വല്ല കോഴി അടിച്ചോണ്ട് പോയ കേസിലെ പ്രതിയായിരിക്കും. ഇനി ഒരൊറ്റ മാർഗേ ഉള്ളൂ. ആ പോത്ത് വഴിയിൽ നിന്ന് മേയുന്നുണ്ടാവും. അവനേതോ രാഷ്ട്രീയ പാർട്ടിയുടെ ആളെന്നല്ലേ പറഞ്ഞത്? അവന്റെ കൂമ്പ് നോക്കി നീ 2 താങ്ങ് താങ്ങിയാൽ നിനക്ക് സസ്പെൻഷൻ ഉറപ്പാ. ഇത് പോലീസ് ബുദ്ധിയല്ല, രമേശന്റെ ബുദ്ധിയാ. ഇതേടെ ഇവിടെ ഒരു ബഹളം. അതവനെ ലോക്കത്തിലേക്ക് തള്ളി കയറ്റണതാ. അയ്യാ, സാരമില്ല, വാഴയ്ക്കൊപ്പം തിന്ന. എന്തൊരു ചൂട്. ഞാൻ മാധവൻകുട്ടി, SI ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. എന്നെ ഒന്ന് സഹായിക്കണം. പോത്തേട്ട സ്റ്റേഷൻ വരെ ഒന്ന് വരണം. വരില്ലേ? നീ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോടാ. പോത്തിനോട് വേദാന്തം ഓതിയിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. കാരണം എനിക്ക് എന്നെ ഇവിടുന്ന് കൊണ്ടേ പറ്റൂ. വരണം വരണം. ഞാൻ ആരേക്കാ മോൻ? പോത്തിന്റെ ആരാന്ന് പറഞ്ഞേ? ആരാന്നറിയണെങ്കിലേ ഇവിടുത്തെ പോലീസുകാരോട് ഓ, ഒരു മിനിറ്റ് ട്ടാ. പോലീസുകാരാ? ഈ പന്ന കഴിവറ മോൻ ആരാ? പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റാ, ശ്രീധരൻ മുതലാളി. ഓ, അപ്പൊ ലോക്കലാണല്ലേ. സാറിനെ പറ്റി പോത്തിപ്പോ പറഞ്ഞോളൂ. തൊണ്ടയിൽ കിച്ച് കിച്ച്. എന്താ ചെയ്യുക? സാറേ, ഞാൻ സ്വതന്ത്രനാ. നിന്റെ പാർട്ടി ഏതാന്ന് എനിക്ക് അറിയണ്ട. ഊരമുണ്ട്. ഞാൻ പാർട്ടിയുടെ കാര്യമല്ല സാറേ പറഞ്ഞത്. ഞാൻ വിത്തൗട്ടാ, ഞാൻ ശൂന്യനാ. പ്ലെയിൻ. അയ്യേ, ശവ